ഇവിടെ വലിയൊരു കഷ്ണം മത്തങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ വലിയ പയർ കുതിർത്ത് എടുത്തിട്ടുണ്ട്. ഈ ഒരു കുക്കർ എടുത്ത് പയർ അതിലേക്ക് വാരിയിടാം. ഇപ്പോൾ പയർ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ മത്തങ്ങ ഇടേണ്. പയർ ഞാൻ ഇന്നലെ വെള്ളത്തിയിട്ടതാണ്, വെള്ളത്തിയിട്ട് കുതിർത്താണ് എടുത്തത്. ഇപ്പോൾ പയർ കുതിർത്തെടുത്തോണ്ട് നമുക്ക് കുറച്ച് അരഭാഗം വെള്ളം ഒഴിച്ചാൽ മതി. മത്തങ്ങയ്ക്ക് വെള്ളം ഇറങ്ങുന്നതാണ്. ഇപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം. വെള്ളം നമ്മൾ പയറിനൊക്കെ നിന്നാൽ മതി, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. പയർ നമ്മൾ കുതിർത്ത് വെച്ചേക്കാണ്. ഇതിനി വെന്ത് പൊങ്ങാനൊന്നുമില്ല. ഇനി ഒരു വിസിലടിച്ചുകൊണ്ട് വരാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. ഇനി അടുപ്പ് വയ്ക്കാം. ഇപ്പോൾ ഒരു മുറി തേങ്ങ തിരുവിയിട്ടുണ്ട്. ഇത് ജീരകം ചേർത്ത് അതിൻ്റെ അകത്ത് അരച്ചിടാനാണ്, ഇത് വറുത്തിടാനാണ്. ഇപ്പോൾ ജീരകവും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് അരച്ചിത് ഇട്ടിട്ടുണ്ട്. ഇനി ഇച്ചിരി തേങ്ങ വറുത്തിടണം. അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇന്ന് കുറച്ച് വെള്ളം ഞാൻ മാറ്റിയിട്ടുണ്ട്, വെള്ളം കൂടിപ്പോയാൽ എന്ന് തോന്നിയിട്ട്. ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. തേങ്ങ വറുക്കാനായി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചു. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കും. ഒരു സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ആയാലും കുഴപ്പമില്ല. അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്ത് ഇപ്പോഴത്തേക്ക് തീ ഓഫാക്കി തേങ്ങ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് ആ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതിൽ വെള്ളം കുറവാണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ആദ്യം വെച്ചിട്ട് വെള്ളം മാറ്റിയെന്ന്. ആ വെള്ളം ഇങ്ങോട്ട് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെയല്ല ഇരിക്കുന്നത്. ഇതാണ് ഞാൻ മാറ്റി വെച്ച വെള്ളം. ഇപ്പോൾ ഈ വെള്ളം ഇതിലേക്ക് ആവശ്യമുണ്ട്. ഇനി വെള്ളം കൂടിപ്പോണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാനത് മാറ്റിയത്. അപ്പോൾ അത് വെള്ളം കണക്കായിരുന്നു, വെള്ളം കൂടുതലല്ല. ഇങ്ങനെയാണ് ഇരിക്കേണ്ടത്. ഇച്ചിരി കൂടെ ലൂസായാലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് വറുത്തിടാം. ഇപ്പോൾ ഞാൻ കടുക് താളിച്ചത് ഇങ്ങോട്ട് ഇടണം. ഇനി കുറച്ച് പാത്രത്തിൽ കോരാം. ഇതുപോലെ ഇട്ട് കോരി തന്നെ. ഇതിലും ബെസ്റ്റ് സാധനം വേറെയില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. മത്തങ്ങയും പയറും.